ഹലോ ഓൾ. അപ്പോൾ ഞാനൊരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ 4-5 തക്കാളികൾ പറിച്ചാണ്. അത്ര വലിയ തക്കാളിയൊന്നുമല്ല, നല്ല കുറച്ച് കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള തക്കാളിയാട്ടോ ഇതൊക്കെ എനിക്ക് കിട്ടാറ്. അപ്പോൾ ഞാനിന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ പൊടിദോശയിൽ ഇടുന്ന പൊടി ഉണ്ടല്ലോ, അതൊന്ന് മുരിങ്ങയിലയും കറിവേപ്പിലയും യൂസ് ചെയ്ത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ആദ്യമേ ഈ മുരിങ്ങയിലയും കറിവേപ്പിലയും നന്നായിട്ട് സൺഡ്രൈ ചെയ്യുക. ഇവിടെ ഞാനത് ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. സൺഡ്രൈ ചെയ്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എത്രത്തോളം സൺഡ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കൈവച്ച് പ്രസ് ചെയ്യുമ്പം തന്നെ അത് ക്രഷായി പോകണം. അത്രയും രീതിയിൽ സൺഡ്രൈ ചെയ്യുക. ഇപ്പോൾ ഒരുവിധം റോസ്റ്റ് ആയതിന് ശേഷം ഞാനതൊന്നൊരു ബൗളിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് സാമ്പാർ പരിപ്പ്, കുറച്ച് ഉഴുന്ന്, കുറച്ച് വറ്റൽമുളക്, കുറച്ച് ജീരകം ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതും ഇതേപോലെ തന്നെ വറ്റൽമുളക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നന്നായിട്ട് റോസ്റ്റായി പൗഡറാക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. പണ്ടൊക്കെ ഈ മുരിങ്ങയിലൊക്കെ ഉണ്ടാക്കിയാൽ ഒരിക്കലും കഴിക്കാൻ ഭയങ്കര മടി കാണിക്കുന്നൊരു സംഭവമായിരുന്നു മുരിങ്ങയില. ഇപ്പം ഇതൊക്കെ തപ്പി നടക്കലാണ് പണി. കാരണം ഇവിടെ ഇതൊന്നും കിട്ടാറേ ഇല്ല. ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ഈ മുരിങ്ങയിലയും കറിവേപ്പിലയൊക്കെ. വീട്ടിൽ മരമൊക്കെ ഉണ്ട് ശിവയുടെ വീട്ടിൽ, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡീറ്റോക്സ് വാട്ടർ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കുറച്ച് കുടിച്ചിട്ട് ലഞ്ച് കഴിക്കാൻ പോയി. ഈ ഡീറ്റോക്സ് വാട്ടറിനകത്ത് കുറച്ച് ലെമണും ഓറഞ്ചും ജിഞ്ചറും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് കുറച്ച് ചോറെടുത്തു, പിന്നെ വെണ്ടയ്ക്ക തോരൻ കേട്ടോ. അപ്പോൾ ഈ പാത്രമാണെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് യൂസ് ചെയ്യാനായിട്ട്, പക്ഷേ ഇത് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പം ഫുഡ് അതിനകത്ത് ഇട്ടാൽ അതിനും ആ സ്മെല്ല് വരില്ല, പിന്നെ കഴിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഞാനത് കുറേ ദിവസം കുറച്ച് കഞ്ഞിവെള്ളം ഇട്ട് വെച്ചു, പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചു, കുറേ ദിവസം വെയിലത്ത് വെച്ചു. അങ്ങനെയൊക്കെ കുറേ ദിവസം പണിപ്പെട്ടിട്ടാണ് ഇതൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനിന്ന് പെരുമ്പയറൊക്കെ ഇട്ടിട്ട് ഒരു തീയിൽ വെച്ചു. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ കുറച്ച് ഡീസൻ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വെജാട്ടോ. ആച്ചാൽ പൊങ്കാലയല്ലേ, അപ്പം കൊടിയേറുന്നത് മുതൽ പൊങ്കാലയുടെ അന്ന് വരെ കുഞ്ഞുനാൾ മുതൽ അങ്ങനെയാണ് ഞങ്ങളുടെ ശീലം. ട്രിവാൻഡ്രംകാർക്കറിയാം അതിൻ്റെ ഇമോഷൻസും ഒക്കെ. പിന്നെ ഇത് ശിവയുടെ അമ്മ ഉണ്ടാക്കിയ മാങ്ങാച്ചാറാട്ടോ, നല്ല ടേസ്റ്റായിരുന്നു ഇത്. ഇപ്പം ഇതുണ്ടെങ്കിൽ അങ്ങനെ നോൺ വെജ് മിസ് ചെയ്യുന്ന ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ലഞ്ചായിട്ട് എനിക്ക് വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ട്. വൈറ്റ്, ഗ്രീന്, റെഡ്, ബ്രൗൺ അങ്ങനെയൊക്കെ. ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോറിഡോറിൽ പോയി നിന്നപ്പോഴത്തേക്കും ഇത് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കുമായിരുന്നു. ഈ മരം ഉണ്ടല്ലോ, വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾ ഓറഞ്ച് പൂവായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇത് ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ. ഇതിൻ്റെ വിൻ്റർ സമയത്തുള്ള പിക്ചർ ഞാൻ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നെയിൽ പെയിൻറ്റൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് ഫുള്ള് ഡ്രൈ ആയിപ്പോയി. അപ്പം ഞാൻ ഈ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടല്ലോ, അതെടുത്ത് കുറച്ച് ഡ്രോപ്സ് എടുത്ത് അതിലൊഴിച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ മാറ്റി വെക്കുക. അപ്പം വീണ്ടും നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ അതാകും. പിന്നെ ഞാൻ നെയിൽ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പം പണി ഒരുപാട് എടുക്കണ്ടല്ലോ. എന്തെങ്കിലും പണി ചെയ്യാൻ പറഞ്ഞാൽ നെയിൽ പെയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാമല്ലോ. ഇങ്ങനെ ശേഷം ഞാൻ ഈ തക്കാളി ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ അരിയൊക്കെ കഴുകിയിട്ടുണ്ടാവുള്ള വെള്ളം, അത് ഞാൻ മാറ്റി വെക്കും ഒരു കണ്ടെയ്നറിൽ. എന്നിട്ട് അതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ നല്ല ഹൈറ്റ് വയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഈ ചെടികൾക്കൊക്കെ. അപ്പം
ദോശമാവ് ഫുള്ളി കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ദോശമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് മില്ലറ്റ് ദോശയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് റൈസും മില്ലറ്റ്സും എടുത്തിട്ട് ഞാൻ 1:1 റേഷ്യോയിലാണ് മില്ലറ്റും റൈസും എടുക്കുന്നത്. ഇന്ന് എടുത്തേക്കുന്ന മില്ലറ്റ് എന്ന് പറഞ്ഞാൽ തിനയാണ്. ഫോക്സ് സ്റ്റൈൽ മില്ലറ്റ് എന്ന് പറയും. നമുക്കിഷ്ടമുള്ള മില്ലറ്റ് എടുക്കാം. ഏത് മില്ലറ്റ് ആയാലും ഞാൻ ഈ റേഷ്യോ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ കുഴപ്പമില്ലാത്ത ടേസ്റ്റിലും ടെക്സ്ചറിലും ദോശ വന്നിട്ടുണ്ട്. സോഫ്റ്റായിട്ട് തന്നെ വരും. ഇത് വെച്ച് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി എനിക്ക് നോർമൽ ഇഡ്ഡലി പോലെ തന്നെ ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ദോശയുടെ ടേസ്റ്റിന്. പക്ഷെ കളറ് ചെറിയ ചേഞ്ച് ഉണ്ടാവും. കുറച്ച് യെല്ലോയിഷ് ആയിരിക്കും. അത് സാരമില്ല. അപ്പോൾ ഇത് രണ്ടും ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഈ വെള്ളം കളയുന്നില്ല. അത് ഞാൻ ജസ്റ്റ് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെടിക്ക് ഒഴിക്കാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഞാൻ റൈസും ഈ ഉഴുന്നും എടുക്കുന്നത് 5:1 റേഷ്യോയിലാണ്. ഞാൻ 1 കപ്പ് ഉഴുന്നും കുറച്ച് 1 സ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ സോക്ക് ചെയ്യാൻ വെച്ചു. ഞാനൊരു 4 to 5 hours ആണ് ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. അടുത്തുള്ള മില്ലിൽ കൊടുക്കും. അവിടെ എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ദോശ ബാറ്റർ കിട്ടും. എന്നുവെച്ചാൽ ആ മെഷീനിൽ അവർ റൈസും ഉഴുന്നും ഇട്ടതും നമുക്ക് ഉടനെ തന്നെ ദോശ ബാറ്റർ കിട്ടും. ഇത്രയും നല്ല തിക്കായിട്ടാട്ടോ കിട്ടുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മാക്സിമം മിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇവിടുത്തെ വെതറിൽ ഞാൻ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചാലും എനിക്കൊരു 2 to 3 centimeters റൈസേ ഉണ്ടാവുള്ളൂ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഒരു ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ദോശ ബാറ്റർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഈ കൺസിസ്റ്റൻസിയിലാട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് ഗ്രേറ്റായിട്ട് ക്യാരറ്റ്സൊക്കെ ഇട്ടു. കുറച്ച് സൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗുമ്മൊക്കെ കിട്ടാനായിട്ടോ ഈ വെള്ളമൊക്കെ ഒഴിച്ച് ടേസ്റ്റിനൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. ഞാൻ ദോശ ഉണ്ടാക്കാൻ പോയതാണ്. പക്ഷെ അപ്പോഴത്തേക്കും ഷോ വന്നിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നൈസ് ദോശ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പിന്നെ നമുക്ക് പണി കുറവാണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അണിയൻ പ്ലസ് ക്യാരറ്റാണ് കേട്ടോ ഈ സ്പ്രിങ്കിൾ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഈ അണിയൻസും ക്യാരറ്റും പെട്ടെന്ന് മറിച്ചിടുമ്പോഴത്തേക്കും താഴെ അധികം വീഴത്തില്ല. പിന്നെ നന്നായിട്ട് ഈസി ആയിട്ട് കുക്കാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നോട് പറയുമായിരുന്നു ഞാൻ ഈ ടിപ്സൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ പ്രസ് ചെയ്യുന്ന ടിപ്സൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ബീട്രൂട്ട് പ്ലസ് അണിയൻ ആട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മറ്റേ ഒരു പിങ്ക് ഒരു റോസ് പെറ്റൽസ് ഒക്കെ ഇട്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു ദോശ. ഈ
ദോശയുടെ കൂടെ ഇന്നലെ വെച്ച തീയിലുണ്ടായിരുന്നു. തീയിലെപ്പോഴും ഒരു 1 to 2 ഡേയ്സ് കേടാവാണ്ടിരിക്കും. അപ്പോൾ ആ തീയിലും ദോശയും വെച്ചാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് കോമ്പിനേഷനാണ് ഈ തീയലും ദോശയും സാമ്പാറും ദോശയും. ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയപ്പോൾ നോക്കിയപ്പം തക്കാളിക്കൊക്കെ 9 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരു 4-5 കിലോ ഞങ്ങൾ മേടിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.